വെൽക്കം ടു നദോസ് യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞിയാണ്. ശരീരബലം കൂട്ടാനും പ്രസവശേഷം അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനും വളരെ നല്ലതാണ് ഉലുവക്കഞ്ഞി. ഇത് വളരെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഉലുവയാണ് നമുക്ക് വേണ്ടത്. പിന്നീട് പച്ചരി വേണം, പഞ്ചസാര വേണം, തേങ്ങയുടെ 1/4 പാല് വേണം, 2/2 പാല് വേണം. ആദ്യം തന്നെ കഴുകി വെച്ചിരിക്കുന്ന പച്ചരി കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ ഞാനിവിടെ 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി ആ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് വേവാനുള്ള വെള്ളം വേണം. നമ്മൾ എത്രയാണോ ഉലുവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പച്ചരി എടുക്കുക. അത് വേവാനുള്ള വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റിയിലാണോ ഉലുവയും പച്ചരിയും എടുത്തിരിക്കുന്നത് അത് വേവാനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. ഞാനിവിടെ കുക്കർ അടച്ച് വെച്ച് ഗ്യാസിലേക്ക് വെക്കുകയാണ്. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് വേവിക്കാം. 2 വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്കിവിടെ 2 വിസിൽ വന്നു, എയറെല്ലാം പോയി. അതിനുശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഉലുവയും അരിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഈ സമയത്ത് വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ 1 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാവുന്നതാണ്. ഞാനിവിടെ 2/2 പാല് ചേർക്കുകയാണ്. 2/2 പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര കുറച്ച് വെള്ളത്തിൽ പാനിയാക്കിയതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. 2/2 പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു തിള വരുന്നവരെ നമുക്കിത് ഇളക്കാവുന്നതാണ്. പ്രസവശേഷമുള്ള അമ്മമാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുമ്പോൾ പഞ്ചസാര കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര മധുരം മതിയോ എന്ന് നമുക്ക് നോക്കാം. പോരാ എന്ന് തോന്നുവാണെങ്കിൽ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് കറക്റ്റ് മധുരമാണ്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു തിള വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഞാനിവിടെ 1/4 പാല് ചേർക്കാൻ പോവുകയാണ്. ഇവിടെ 1/4 പാല് ആഡ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിത് കൂടുതൽ തിളയൊന്നും വരാൻ നോക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കി നോക്കാം. വളരെ രുചികരമാണിത്. കുട്ടികൾക്ക് വരെ കൊടുക്കാവുന്നതാണ് ഉലുവക്കഞ്ഞി. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഉലുവക്കഞ്ഞി. മധുരമില്ലാതെയും ഓരോരുത്തർ ഉലുവക്കഞ്ഞി വെക്കാറുണ്ട്. നമ്മളിപ്പം കുഞ്ഞുങ്ങൾക്കൂടൊക്കെ കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ മധുരം ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ചെറിയൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസിൽ നിന്ന് കുക്കർ ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പമായിട്ട് നമുക്കിത് തയ്യാറാക്കാം. വളരെ രുചികരമാണ്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക.